ഒരിക്കൽ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു, ഒരു തറവാടായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ആ തറവാടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം ഒരു തറവാടിൻ്റെ അസ്ഥിപഞ്ജരമാണ് ഈ കാണുന്നത്. ഒരിക്കൽ ഈ മുറ്റത്ത് അനേകം പേര് വരുമായിരുന്നു. അവർക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കണ്ടോ ആ തറവാടിൻ്റെ അവസ്ഥ കണ്ടോ? അനേക തറവാടുകൾ ഇതുപോലെയാണ്. റോഡിൻ്റെ രണ്ട് സൈഡുകളിലും വസ്തു ശേഖരിക്കൽ ഉള്ള ഒരു തറവാടായിരുന്നു പ്ലാന്തോട്ടത്തിൽ കുര്യച്ചൻ മുതലാളിയുടേത്. കുര്യച്ചൻ മുതലാളിക്ക് കിട്ടിയതായ ഭൂസ്വത്തുക്കളാണ്. അതിലൊക്കെയും നിറച്ച് വൃക്ഷങ്ങളായിരുന്നു. അതായത് തേക്ക്, ഈട്ടി ഇങ്ങനെയുള്ളതായ വൃക്ഷങ്ങളുണ്ടായിരുന്നു. അപ്പം നല്ലൊരു സമ്പത്തുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ കുര്യച്ചൻ മുതലാളിക്ക് 3 ആൺമക്കൾ, ഒരു പെണ്ണും. അപ്പം 4 മക്കളാണ് കുര്യച്ചൻ മുതലാളിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ മക്കൾ ജനിച്ചതിന് ശേഷം ഈ കുര്യച്ചൻ മുതലാളിയുടെ അവസ്ഥകൾക്ക് മാറ്റം വരികയായിരുന്നു. ഒരു സ്പന്ദനം, അതായത് അതെന്താണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഒരു തകർച്ചയുടെ വക്കിലേക്കാണ് പിന്നെ ഈ കുടുംബം കടന്നുപോയത്. റബ്ബറുകളൊക്കെയും വെട്ടുവാനുണ്ടായിട്ടും ഇന്ന് ആ കുടുംബം വളരെ വളരെ ശോചനീയമായ രീതിയിൽ കൂടിയാണ് മുന്നോട്ട് പോയത്. വസ്തുക്കളൊക്കെയും പലരുടെ കൈവശമായി. അതിനകത്ത് പലരും നല്ല വീടുകളും ഒക്കെ വെച്ച് അവരെ ഇങ്ങനെ സുഖമായിട്ട് കഴിയുന്നു. എന്നാൽ തറവാട് ക്ഷയിച്ചു പോയി. 3 ആൺമക്കളെ കൊണ്ട് ഈ കുര്യച്ചൻ മുതലാളിക്ക് വളരെ പ്രയാസമായി. കാരണം 3 ആൺമക്കളെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു മന്ദബുദ്ധിയാണ്, ഒരാളെ ചെവി കേൾക്കത്തില്ല, ഒരാളുടെ കാലിന് ഒരു മുടന്തുമുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവർ പഠിച്ചു, അവരെ വേറൊരു വിവാഹം കഴിച്ചു, അവർ വേറൊരു വീട്ടിലേക്ക് പോയി. അവർക്ക് കൊടുത്താകുന്ന സ്വത്ത് ആ മകളുടെ ഭർത്താവ് അതൊക്കെയും വിറ്റ് അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ആ ഭർത്താവിൻ്റെ നാട്ടിൽ അവർ സമ്പാദിച്ചു. അപ്പോൾ ആ വാങ്ങിച്ച സ്ഥലങ്ങളിലൊക്കെയും ഓരോരുത്തരും വീടുകളൊക്കെയും വെച്ച് ഇന്ന് താമസിക്കുകയാണ്. കുര്യച്ചൻ മുതലാളിയുടെ ആൺമക്കളെ വിവാഹം കഴിക്കുവാൻ വേണ്ടി പല ആലോചനകൾക്കായിട്ടും കടന്നുപോയി. പലരും വന്നു, പലയിടത്തും പോയി, പലയിടത്തും അന്വേഷിച്ചു. പക്ഷേ ഒരു ശാപം കിട്ടിയ തറവാട്ടിലേക്ക് മക്കളെ വിടുവാൻ വേണ്ടി ഒരു മാതാപിതാക്കളും അതിനെ ഒരുക്കിയില്ല. അവർക്കതിന് മനസ്സിലായിരുന്നു. പണം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും തങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അതിൻ്റേതായ അന്തസ്സുണ്ടായിരിക്കണമല്ലോ എന്ന് അവർക്ക് തോന്നിയതായിരിക്കും. ഈ മക്കൾക്ക്, കുര്യച്ചന്മാരുടെ മക്കൾക്ക് വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം ആരെയും കിട്ടാമെന്ന്. ഇന്ന് ആ വീട് വളരെ അധപ്പതിച്ചെന്ന് പറയാം. ഈ നാട്ടിൽ ഇന്ന് അതുപോലുള്ളൊരു വീടില്ല. പഴയ കാലത്ത് അനേക പേര് വന്ന്, അതായത് അടിയാന്മാരും കുടിയാന്മാരും ഒക്കെ ഉണ്ടായിരുന്നൊരു വീടായിരുന്നു. ആജ്ഞാനുവർത്തികളായ പലരും ഉണ്ടായിരുന്നു. എന്നാലും കുര്യച്ചൻ മുതലാളി വെറും പാവമായിരുന്നു. വളരെ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് ഈ ഒരു ഗതി എങ്ങനെ വന്നു? കുടുംബപരമായിട്ട് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന, എന്നാൽ ഇന്ന് സമ്പത്തുകളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പലരുടെയും കൈവശമായ ഭൂമികളൊക്കെയും പലരുടെയും കൈവശമാക്കി. ഇന്ന് അസ്ഥിക്ക് വകയില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. കുര്യച്ചൻ മുതലാളി വെറും അസ്ഥിക്കോലമായിട്ട് ഇന്ന് ആ വീട്ടിൽ കഴിയുകയാണ്. മക്കൾ 2 പേരും മരിച്ചുപോയി. ഇനിയും കാലിന് സുഖമില്ലാത്തൊരു മകൻ മാത്രമേ ഉള്ളൂ. അവനും എന്തോ ഒരു മാനസികമാകുന്നൊരു വിഭ്രാന്തിയൊക്കെ ഇന്നും കാണിക്കാറുണ്ട്. കുര്യച്ചൻ മുതലാളിയുടെ ഭാര്യ മരിച്ചിട്ട് ഇന്ന് 8 വർഷത്തോളമാകുന്നു. എന്നാൽ ഇന്ന് ആ വീട്ടിൽ ആരെങ്കിലും കടന്നു വന്ന് അവർക്കൊരു സഹായം ചെയ്യുവാൻ പലരും മടിക്കുകയാണ്. പഴയ കാലത്ത് അനേകർ ജോലി തേടി വന്നിരുന്ന ഒരു കുടുംബമായിരുന്നത്. ഇന്ന് ആ വസ്തുക്കളും വകകളൊക്കെയും ഇന്ന് പലരുടെയും കൈവശമാക്കി. ഇന്ന് കേരളത്തിൽ ഇതുപോലുള്ള അനേക കുടുംബങ്ങളുണ്ട്. പഴയകാല പ്രതാപികളാകുന്ന അനേകരുടെ കുടുംബങ്ങളൊക്കെയും ഇന്ന് ഇതുപോലെ തറവാടുകൾ ക്ഷയിച്ച് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെയും കുര്യച്ചൻ മുതലാളിയുടെ ആ സ്ഥലങ്ങളായിരുന്നു. എന്നാൽ ഇത് ഇന്ന് മറ്റുള്ളവരുടേതാണ്. കുര്യച്ചൻ മുതലാളിക്ക് ഇന്ന് അങ്ങേയറ്റം പോയാൽ കൂടിയ ഒരു 15 സെൻറ്റ് 20 സെൻറ്റ് സ്ഥലവും ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു തറവാടും മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ അവസ്ഥ എത്രയോ ഭയങ്കരമാണ്. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, തമ്പുരാൻ വേറൊന്ന് വിധിക്കുന്നു.